നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്താ ചർച്ചകളിലും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. മുൻ സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ സാമ്പത്തിക സഹായ പദ്ധതി ഇനി തുടരുമോ, അതോ അത് അവസാനിപ്പിച്ച് പുതിയൊരു പദ്ധതി വരാനാണോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? വീഡിയോ നമ്മൾക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഏതൊരു ക്ഷേമ പദ്ധതിയും ആരംഭിക്കുന്നത് ഒരു പ്രത്യേക സാമൂഹിക പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ കാര്യത്തിലും പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ചെറിയൊരു സാമ്പത്തിക സുരക്ഷ ഒരുക്കുക എന്നതായിരുന്നു. പ്രത്യേകിച്ച് സ്ഥിരമായി ജോലിയില്ലാത്തവരും കുടുംബ വരുമാനം വളരെ കുറഞ്ഞവരുമായ സ്ത്രീകൾക്ക് ഓരോ മാസവും ലഭിക്കുന്ന ഒരു ചെറിയ തുക പോലും വലിയ സഹായമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുൻ സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ 35 മുതൽ 60 വയസ്സ് വരെയുള്ള തൊഴിൽ ഇല്ലാത്ത സ്ത്രീകളായിരുന്നു. അതോടൊപ്പം ഇതേ പ്രായപരിധിയിലുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഈ പദ്ധതി. നിരവധി ആളുകൾ ഇതിനായി അപേക്ഷിക്കുകയും ചിലർക്ക് ധനസഹായം ലഭിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ മുൻ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയും വീണ്ടും പരിശോധിക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് പുതിയ പദ്ധതിയുടെ തുടർച്ചയെക്കുറിച്ച് വിവിധ വാർത്തകൾ പുറത്തു വന്നത്. ഇത് പല ഗുണഭോക്താക്കളിലും ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിലവിലെ സർക്കാർ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. സർക്കാരിന്റെ വിശദീകരണം അനുസരിച്ച് നിലവിലുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി അതേ രൂപത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ പദ്ധതി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നടപ്പിലാക്കിയതെന്നും അതിനേക്കാൾ മികച്ച രീതിയിലുള്ള സമഗ്രമായ ക്ഷേമ പദ്ധതി കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രധാന പ്രഖ്യാപനമാണ്. കാരണം സർക്കാർ പദ്ധതി അവസാനിപ്പിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത്, അതിന് പകരം പുതിയൊരു സംവിധാനം കൊണ്ടുവരുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകളുടെ ക്ഷേമം എന്നത് പ്രതിമാസം ഒരു തുക നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പകരം തൊഴിൽ, ആരോഗ്യം, സാമൂഹിക സുരക്ഷ, സ്വയം പര്യാപ്തത തുടങ്ങിയ മേഖലകളിലും ഉൾപ്പെടുത്തുന്ന പദ്ധതികളാണ് കൂടുതൽ ഫലപ്രദമാകുകയെന്ന് സർക്കാർ വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് പുതിയ സമഗ്രമായ പദ്ധതി രൂപീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സമഗ്രമായ പദ്ധതി എന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ചോദ്യമുണ്ട്. ഇതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം. സർക്കാർ ഇതുവരെ വിശദമായ രൂപരേഖ പുറത്തുവിട്ടിട്ടില്ല. അതിനാൽ പുതിയ പദ്ധതിയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നാൽ സമഗ്രം എന്ന വാക്കിന്റെ അർത്ഥം വിവിധ മേഖലകളെ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി എന്നാണ്. അത് സാമ്പത്തിക സഹായം മാത്രമല്ല, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന മറ്റ് സേവനങ്ങളും ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം. ഇത് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ പലരും ആശങ്കപ്പെടുന്നത്, എനിക്ക് ലഭിച്ചിരുന്ന സഹായം ഇനിയും ഉണ്ടാകുമോ, വീണ്ടും അപേക്ഷിക്കേണ്ടി വരുമോ, പുതിയ പദ്ധതി വന്നാൽ പഴയ ഗുണഭോക്താക്കൾക്ക് മുൻഗണന ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഔദ്യോഗിക മറുപടി സർക്കാർ തന്നിട്ടില്ല. അതിനാൽ ഗുണഭോക്താക്കൾ സർക്കാർ പുറത്തിറക്കുന്ന അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. വ്യൂഹങ്ങൾ കേട്ട് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പുതിയ പദ്ധതി വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് യോഗ്യതാ മാനദണ്ഡങ്ങളായിരിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രായപരിധി മാറുമോ, വരുമാന പരിധിയിൽ മാറ്റമുണ്ടാവുമോ, നിലവിലെ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടി വരുമോ, ഇതെല്ലാം സർക്കാർ വിജ്ഞാപനത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. രേഖകൾ തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അതായത് ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നാൽ അത് ആവശ്യമാണ്. അതുപോലെ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമായ സാഹചര്യത്തിൽ അത് വേണം. റേഷൻ കാർഡ് ഇവയെല്ലാം പുതുക്കി നിലവിൽ സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഉപകാരപ്പെടാം. അതുപോലെ ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരമനുസരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ, അതായത് 6 മാസങ്ങൾക്കുള്ളിൽ സ്ത്രീകൾക്കായി കൂടുതൽ ഫലപ്രദമായ പദ്ധതി അവതരിപ്പിക്കാനാണ് ഇപ്പോഴത്തെ UDF സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, പദ്ധതിയുടെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല, സാമ്പത്തിക സഹായത്തിന്റെ തുകയും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കാത്തിരിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്.
ജനങ്ങൾ ഈ വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പഴയ പദ്ധതി തുടരാനാണ് നല്ലതെന്ന് പറയുന്നു, ചിലർ കൂടുതൽ തുകയുള്ള പുതിയ പദ്ധതി വേണമെന്ന് പറയുന്നു, മറ്റു ചിലർ തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സഹായവും ഉൾപ്പെടുന്ന പദ്ധതി കൂടുതൽ പ്രയോജനകരമാണെന്ന് കരുതുന്നുണ്ട്. അവസാന തീരുമാനം സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെയായിരിക്കും അറിയുക. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ, സംസ്ഥാന സർക്കാരിന്റെ വാർത്താക്കുറിപ്പുകൾ, ബജറ്റ് പ്രഖ്യാപനങ്ങൾ, നിയമസഭയിലെ സർക്കാർ മറുപടികൾ ഇവയാണ് വിശ്വസനീയമായ ഉറവിടങ്ങൾ. ഇതിൽ നിന്നുമാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയെ കുറിച്ചുള്ള നിലവിലെ ഔദ്യോഗിക നടപടികളാണ്. അതുപോലെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പഴയ പദ്ധതി അതേ രീതിയിൽ തുടരില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന പുതിയ സമഗ്ര പദ്ധതി കൊണ്ടുവരുമെന്ന ഉറപ്പും സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതിയുടെ രൂപരേഖ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കുന്നതിന് മുൻപ് അവയുടെ ഔദ്യോഗിക ഉറവിടം പരിശോധിക്കുക. ഈ വിഷയത്തിൽ പുതിയ സർക്കാർ ഉത്തരവ്, അപേക്ഷാ നടപടികൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ, ധനസഹായ തുക എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാൽ അതിന്റെ വിശദമായ വിശകലനവുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താനും ഇത്തരത്തിലുള്ള ഔദ്യോഗിക സർക്കാർ അപ്ഡേറ്റുകൾക്കും ആദ്യം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.